ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടൊമാറ്റോ ഫേഷ്യലാണ്. അതായത് വെറും 2 സ്റ്റെപ്പിൽ നമുക്ക് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഫേഷ്യൽ ചെയ്ത പോലത്തെ ഒരു നിറവും തിളക്കവും കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യലാണിത്. അപ്പോൾ ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഈ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ 2 സ്റ്റെപ്പ് ഫേഷ്യൽ, അത് വളരെ എഫക്റ്റീവായി ഫേഷ്യൽ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു അരമുറി തക്കാളിയാണ്. ഈ തക്കാളീൻ്റെ മേലിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം തേൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയും തേനും പിന്നെ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫൈനായിട്ടുള്ള പഞ്ചസാര എടുക്കാണ്ട് തരിപ്പുള്ള പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ മുഖം 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ക്രബിങ്ങിൽ കൂടെ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽസ് ഇല്ലാണ്ടാവാനും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതെല്ലാം പോകാനും വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ മുഖം ഒന്ന് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റീവായിരിക്കും കേട്ടോ. അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇത് 2 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് 2 മിനിറ്റ് നിങ്ങൾ ടൈം വെച്ചിട്ട് തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫേഷ്യൽ വെറും 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്ലോ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അതിനുശേഷം നമുക്കിതൊന്ന് കഴുകിക്കളയാം. 2 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് എന്താ പറയുക, കുറേ നേരം വെക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് സ്ക്രബ് ചെയ്താൽ മാത്രം മതി. അതിൽ തന്നെ നമ്മുടെ മുഖത്തേക്ക് ഒരുപാട് ഒരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. ഇതിങ്ങനെ തുടച്ചാളുന്നതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരമുറി തക്കാളി തന്നെ എടുത്തതിന് ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്തൊരു തക്കാളി ഉണ്ടല്ലോ, പിന്നെ അതിൻ്റെ ബാക്കി ഭാഗം ഇതുപോലെ നീരെടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണ് നീര് മതി. പിന്നെ ഇതുപോലെ നീരെടുത്തതിന് ശേഷം നമുക്കൊരു ഫേസ് പാക്കാണ് തയ്യാറാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളിയിൽ അലർജിയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യരുത് കേട്ടോ. അപ്പം ഞാനിതെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണോളം തേന് നമ്മുടെ മുഖം മോയ്സ്ചറൈസർ ചെയ്യാൻ ഭയങ്കര സഹായിക്കും. പിന്നെ വേണ്ടത് കടലപ്പൊടിയാണ്. കടലപ്പൊടീൻ്റെ ഒരളവ് എന്ന് പറയുന്നത് നമുക്ക് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഓയിലി സ്കിന്നുള്ളവർക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ ഇത് അധികം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കടലപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ലെവലാക്കാം. ഇനി ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലോ, നിങ്ങളതായത് പാലോ തൈരോ റോസ് വാട്ടറോ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിൽ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിട്ടിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുകയും ചെയ്യാം. പക്ഷേ കൺസിസ്റ്റൻസി കറക്റ്റ് ലെവലിൽ നമ്മുടെ മുഖത്ത് ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഫസ്റ്റ് സ്ക്രബ് ചെയ്ത സമയത്ത് കഴുകിക്കളയരുത് കേട്ടോ. തുടച്ചെണ്ണ എടുക്കണം. ഒരു ടിഷ്യോ കോട്ടൻ്റെ തുണിയോ ഉപയോഗിച്ചിട്ട് മുഖം തുടച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫേസ് പാക്കും 2 മിനിറ്റ് നേരം തന്നെ ഫേസിലേക്ക് മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഫേസ് പാക്കോ എന്ത് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മസാജിങ് നിർബന്ധമാണ്. അതിലാണ് നമ്മുടെ റിസൾട്ടും കിടക്കുന്നത്. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഫേസിനും സൂട്ടാവണമെന്നില്ല. അതായത് ഓരോരോ ടൈപ്പ് ഉണ്ടല്ലോ, എല്ലാവർക്കും സൂട്ടാവണമെന്നില്ല. അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയപ്പം കണ്ടോ ഇങ്ങനെ ഒരു ചുളിഞ്ഞ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫേസ് പാക്ക് ഒന്ന് ഇട്ടതിന് ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മുഖത്തേക്ക് ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട്. എന്ത് ഫേസ് പാക്ക് ഇട്ടാലും അതേപോലെ പീൽ ഓഫ് മാസ്ക് ഇട്ടാലൊന്നും നമ്മൾ അധികം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മസാജ് ചെയ്ത് തന്നെ റിമൂവ് ചെയ്യാണ്. കടലപ്പൊടിയും ഗോതമ്പ് പൊടിയെല്ലാം കുറച്ച് കൂടുതൽ ഡ്രൈ ആയി പോയാൽ റിമൂവ് ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ സോപ്പ് ഇട്ടിട്ടൊന്നും നമ്മൾ കൈ കളയാൻ പാടില്ല. ഇപ്പം ഞാൻ കഴുകുന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്ത ആ ഒരു ഭാഗത്തിൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളത്. നിങ്ങൾ കയ്യിൽ എന്താ ചെയ്യുന്നത്, ഫേസിൽ എന്താ ചെയ്യാത്തത് എന്നല്ല ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പം പറയുന്ന ഒരു തന്നെയാണത്. പിന്നെ എന്താ പറയുക, ആസിഡൊന്നല്ലല്ലോ പേടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മുഖത്തിട്ടാൽ മതി. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? എൻ്റെ അപ്ലൈ ചെയ്ത കൈയും അതുപോലെ വരെയുള്ളതും അതിൻ്റെ ബാക്കിലോട്ടുള്ളതും നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ 2 കൈയും വെക്കുമ്പോഴും നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
വീട്ടിലുള്ള എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. പെട്ടെന്നുള്ള പാർട്ടികളിലെല്ലാം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.